ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ പറയുന്നത് ചില സാന്നിധ്യങ്ങൾ മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ലെന്നും അവയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുമെന്നും ആണ്. അതിലും ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് അറിയാമോ? ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പുരാണങ്ങളും മതഗ്രന്ഥങ്ങളും ഇന്നത്തെ കാലത്തെ അന്വേഷണ റിപ്പോർട്ടുകളും പ്രേതമെന്ന ആശയം മനുഷ്യ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല എന്നാണ്. എന്നാൽ ഇതെല്ലാം വെറും മനസ്സിന്റെ തോന്നലാണോ? അതോ മരണത്തിന് അപ്പുറം മറ്റൊരു ലോകം ശരിക്കുമുണ്ടോ? ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഒരു സംഭവമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പ്രേതങ്ങളില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയില്ല. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഭയപ്പെടുത്തുന്ന കഥകൾ മാത്രമല്ല, പ്രേതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുരാണങ്ങൾ, വിവിധ മതങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദുരൂഹ സംഭവങ്ങൾ, പാരാനോർമൽ അന്വേഷണങ്ങൾ, ശാസ്ത്രം നൽകുന്ന വിശദീകരണങ്ങൾ, ഇന്നും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ എന്നിവയെല്ലാം ആകുന്നു പ്രേതങ്ങൾ. മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അവസാനിക്കാത്ത ഒരു ദുരൂഹത. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും, എല്ലാ മതങ്ങളിലും, എല്ലാ കാലഘട്ടങ്ങളിലും മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിനൊപ്പം പ്രേതങ്ങളുടെ കഥയും സഞ്ചരിക്കുന്നു. ചിലർ അതിനെ വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നു, മറ്റു ചിലർ അത് സ്വന്തം ജീവിതത്തിലെ അനുഭവമായി ഉറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ എന്താണ് സത്യം? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രേതമെന്ന ആശയം മനുഷ്യരെ ഇത്രയധികം ആകർഷിക്കുന്നത്? അതിന് പിന്നിൽ മതങ്ങളുടെയും പുരാണങ്ങളുടെയും ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാകുന്നു? 1929 ഒരു തണുത്ത ശൈത്യകാല സായാഹ്നം, ഇംഗ്ലണ്ടിലെ എക്സസ് കൗണ്ടിലെ ബോർലി എന്ന നിശബ്ദ ഗ്രാമം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും മൂടൽമഞ്ഞ് നിറഞ്ഞ വഴികളും, നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ വിക്ടോറിയൻ കെട്ടിടവും. റെക്ടർ ആയിരുന്ന റെവറന്റ് ലയണൽ ഫോയ്സ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാൻ ഫോയ്സ്റ്ററും ആ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു. ആദ്യ രാത്രികളിൽ സാധാരണ പോലെ കടന്നുപോയെങ്കിലും അധികം വൈകാതെ വീടിനുള്ളിൽ ആരുമില്ലാത്ത ഇടങ്ങളിൽ കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അടച്ചിട്ട വാതിലുകൾ പതുക്കെ തുറക്കുവാനും തുടങ്ങി. ഭിത്തികളിൽ അപ്രതീക്ഷിതമായ ദുരൂഹമായ എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. രാത്രിയുടെ നിശബ്ദതയിൽ ആരോ മണിയടിക്കുന്നത് പോലുള്ള ശബ്ദം പലതവണ കേട്ടതായി അവർ പറയുന്നു. ചിലപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീയുടെ രൂപം വീടിന്റെ തോട്ടത്തിലൂടെ പതുക്കെ നടന്നു പോകുന്നതായി സമീപവാസികളും കണ്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മറ്റൊരു സംഭവം 1949 ജനുവരി മാസത്തിലാണ്. അമേരിക്കയിലെ മെരിലാൻഡ് സംസ്ഥാനത്ത് താമസിച്ചിരുന്ന 13-കാരനായ ഒരു ബാലകൻ സ്വകാര്യത സംരക്ഷിക്കുവാനായി പിന്നീട് അദ്ദേഹത്തെ റോളണ്ട് ഡോ എന്ന വ്യാജ പേരിൽ അറിയപ്പെട്ടു ലോകം. സാധാരണ ജീവിതം നയിച്ചിരുന്ന ആ കുടുംബത്തിൽ എല്ലാം മാറിമറിഞ്ഞത് ആ ബാലനോടെയായിരുന്നു. ഏറെ അടുപ്പമുണ്ടായിരുന്ന ബന്ധുവായ ഒരു സ്ത്രീ അപ്രതീക്ഷിതമായി മരിച്ചതിന് ശേഷമായിരുന്നു അത് സംഭവിച്ചത്. ആത്മാക്കളുമായി ആശയവിനിമയം നടത്താമെന്ന് പറഞ്ഞിരുന്ന ഒരു ഔജിയ ബോർഡ് അവർ ഉപയോഗിക്കുന്നതായും മരണശേഷം ആ ബാലൻ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചതായും പിന്നീട് പറയപ്പെടുന്നു. അതിനുശേഷം വിചിത്ര സംഭവങ്ങൾ ആരംഭിച്ചു. രാത്രിയിൽ ചുമരുകളിൽ നിന്നും ശക്തമായ ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. കട്ടിലുകൾ സ്വയം കുലുങ്ങുന്നതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. മേശകളും കസേരകളും ആരും തൊടാതെ തന്നെ നീങ്ങുന്നതായും അവർ കണ്ടു. ബാലന്റെ ശരീരത്തിൽ അപ്രതീക്ഷിതമായി ചുമന്ന പോറലുകൾ പ്രത്യക്ഷപ്പെട്ടു. ചിലപ്പോൾ അവ വാക്കുകളുടെ രൂപത്തിലാണെന്നും കുടുംബം രേഖപ്പെടുത്തി. വൈദ്യപരിശോധനകൾ നടത്തിയെങ്കിലും വ്യക്തമായ കാരണങ്ങളൊന്നും കണ്ടുമില്ല. ഒടുവിൽ കുടുംബം മതപുരോഹിതന്മാരുടെ സഹായം തേടി. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന എക്സോസിസം അവിടെ നടത്തി. അപ്പോൾ ആ ബാലകന്റെ ശബ്ദം കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ശബ്ദമായി മാറിയെന്ന് കണ്ടു നിൽക്കുന്നവർ പറയുന്നു. ഇത് നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിലെ ബോർലി റെക്ടറിൽ ആണ്. എന്നാൽ ഇനിയൊരു നിമിഷം ചിന്തിച്ചു നോക്കൂ.
ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള രണ്ട് രാജ്യങ്ങൾ, രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾ. എന്നിട്ടും അവരുടെ വിവരങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം സാമ്യങ്ങൾ ഉണ്ടാകുന്നു? രാത്രിയിലെ അജ്ഞാത ശബ്ദങ്ങൾ, സ്വയം നീങ്ങുന്നതായി പറയപ്പെടുന്ന വസ്തുക്കൾ, നിഴലുകൾ പോലുള്ള രൂപങ്ങൾ, ശാസ്ത്രത്തിനും മതത്തിനും ഒരുപോലെ ചോദ്യങ്ങൾ ഉയർത്തുന്ന അനുഭവങ്ങൾ. ഇവയെല്ലാം യാദർച്ഛിക സംഭവങ്ങളുടെ കൂട്ടായ്മ മാത്രമാണോ? അതോ മനുഷ്യന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തിന്റെ സൂചനകളോ? ആ സമയം ഈ കേസുകളിലെ പല അവകാശവാദങ്ങളും പിന്നീട് സംശയങ്ങളും വിമർശനങ്ങളും ഉയർത്തി. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചും ഗവേഷകരും ചരിത്രകാരന്മാരും പറയുന്നത് മറ്റൊരു കാഴ്ചപ്പാടാണ്. ബോർലി റെക്ടറിയിൽ റിപ്പോർട്ട് ചെയ്ത പല സംഭവങ്ങളും വർഷത്തിനു ശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ ചില രേഖകൾ അതിശയോക്തികളും ചില സാക്ഷിമൊഴികൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ് എന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ടെത്തി. അതേസമയം റോളണ്ട് ഡോ കേസിലും പിന്നീട് സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ഒരു വിശദീകരണം ശ്രദ്ധേയമാണ്. അതിശക്തമായ മാനസിക സമ്മർദ്ദം, ദുഃഖം, കൂട്ടവിശ്വാസം, മതപരമായ പ്രതീക്ഷകൾ, ചില അപൂർവ മാനസിക നാഡീരോഗങ്ങൾ എന്നിവ ചേർന്നാൽ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്തോ അസാധാരണ സംഭവങ്ങൾ തോന്നാമെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. രാത്രിയിൽ കേൾക്കുന്ന ദുരൂഹ ശബ്ദങ്ങൾക്ക് പഴയ കെട്ടിടങ്ങളിലെ താപനില വ്യത്യാസങ്ങൾ, മരക്കട്ടകളുടെ വികാസം, കാറ്റിന്റെ മർദ്ദമാറ്റങ്ങൾ എന്നിവ കാരണമാകുമെന്നും ചില ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതുപോലെ വളരെ കുറഞ്ഞ ആവൃത്തിയിലുള്ള ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ, ചില സാഹചര്യത്തിൽ മനുഷ്യരിൽ അസ്വസ്ഥത, ഭയം, നിഴൽ കാണുന്നത് പോലുള്ള തോന്നൽ എന്നിവയെല്ലാം ഉണ്ടാക്കാം. എങ്കിലും ഈ വിശദീകരണങ്ങൾ എല്ലാ കേസുകളിലും ബാധകമാണെന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ എല്ലാ പാരാനോർമൽ അവകാശങ്ങളും യഥാർത്ഥമാണെന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ ഇന്നും വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അന്വേഷണത്തിന്റെ അരികിൽ ദുരൂഹമായി നിൽക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അദൃശ്യ ലോകത്തിലെ സൂചനകളാണെന്നും മറ്റൊരു കൂട്ടർ മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനമാണെന്നും പറയുന്നു. ഇന്ന് നമ്മൾ കണ്ടത് വെറും രണ്ട് കഥകളല്ല, മനുഷ്യ ചരിത്രത്തിൽ ഇന്നും ഉത്തരമില്ലാതെ നിൽക്കുന്ന രണ്ട് ദുരൂഹ അധ്യായങ്ങളാണ്. ചിലർ ഇതെല്ലാം യാദർച്ഛിക സംഭവങ്ങളാണെന്ന് പറയുന്നു. മറ്റു ചിലർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മനസ്സിന്റെ പ്രശ്നമാണെന്നും പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകം ഉണ്ടെന്നും ചില ആത്മാക്കൾക്ക് അവരുടെ കഥ പൂർത്തിയാക്കുന്നതുവരെ ഈ ലോകം വിട്ടുപോകാൻ കഴിയില്ലെന്നുമാണ് വിശ്വാസം. അതിന് വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ലോകത്തിലെ പല ഭാഗങ്ങളിലും ഈ വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. ഒരു പക്ഷേ പ്രേതങ്ങൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഭയാനക രൂപങ്ങൾ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിരിക്കാം. സത്യം എന്താണെന്നാൽ ഓരോരുത്തർക്കും സ്വന്തം അനുഭവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒന്നാകുന്നു പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.